മഴ തോറും സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ബാലചന്ദ്രൻ ഗോവർദ്ധനെ റൂമിലേക്ക് വിളിച്ചുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. മുറിയിലെത്തിയപ്പോൾ ഗോവർദ്ധൻ ചോദിച്ചു, എന്താ ബാലേട്ട, എന്താ കാര്യമായിട്ട് പറയാനുള്ളത്? ബാലചന്ദ്രൻ പതിയെ പറയുന്നത്, അത് പിന്നെ ഷോപ്പ് തുറക്കുന്നതിനെ പറ്റിയിട്ട് ആലോചിക്കുകയായിരുന്നു. നാളെ അങ്ങ് തുറന്നാലോ എന്ന് ഞാൻ വിചാരിക്കുക. ഇത് കേട്ടപ്പോൾ ഗോവർദ്ധൻ പറയുന്നത്, അല്ല ബാലേട്ടന് ധൈര്യമുണ്ടെങ്കിൽ എനിക്ക് ഓക്കെയാണ്. അന്നേരം ബാലചന്ദ്രൻ മറുപടി കൊടുത്തു, എനിക്ക് ധൈര്യക്കുറവൊന്നുമില്ല. പിന്നെ ഞാൻ പോലീസിൽ ഒരു അപേക്ഷയും കൊടുത്തിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത കാര്യം കേട്ടപ്പോൾ ഗോവർദ്ധനൻ അത്ഭുതത്തോട് ചോദിച്ചു, അതെന്താ ബാലേട്ട? ബാലേട്ടൻ വിശദീകരിച്ചു, അല്ല, നമ്മുടെ കടകൾ തുറക്കുമ്പോൾ ആരെങ്കിലും വന്ന് പ്രശ്നമുണ്ടാക്കിയോ ബഹളം വെക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പോലീസിന്റെ സഹായം തേടേണ്ടി വരില്ലേ? അതിന് മുൻകൂട്ടി ഒരു പരാതി കൊടുത്തതാണ്. അത് കേട്ടപ്പോൾ ഗോവർദ്ധന് ആശ്വാസമായി. അതേതായാലും നന്നായി, എനിക്കത് നല്ലതാണെന്ന് തോന്നുന്നു. എന്നാൽ പോലും ബാലേട്ടനൊന്ന് സൂക്ഷിക്കണം. നാട്ടുകാരുടെ കാര്യം അറിയാലോ, അവർ എങ്ങനെ പ്രതികരിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. അന്നേരം ബാലചന്ദ്രൻ പറഞ്ഞു, അതിനെ പറ്റിയിട്ട് പേടിക്കേണ്ടത് ഗോവർദ്ധന. കടയിൽ ജോലി ചെയ്യുന്ന എത്ര സ്റ്റാഫുകളുണ്ട്, അവരുടെയൊക്കെ വരുമാനം മുടങ്ങി നിൽക്കല്ലേ? ഇത് കേട്ടപ്പോൾ ഗോവർദ്ധനവും സമ്മതിച്ചു, ശരിയാ, എന്ത് വന്നാലും നമുക്ക് നേരിടാം. അങ്ങനെ കുറെ നാളൊന്നും അടച്ചുവിടാൻ പറ്റില്ലല്ലോ. പിന്നീട് ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട്, അല്ലേ ബാലേട്ട, അവരൊക്കെ ജാമ്യത്തിലിരിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും തീരുമാനമായോ? ബാലചന്ദ്രൻ നിരാശയോടെ പറഞ്ഞു, എന്ത് ചെയ്യാനാണ്? വക്കീലിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ജാമ്യം കിട്ടാൻ പാടാണ്. ഇതൊരു നിസ്സാര കാര്യമൊന്നുമല്ലല്ലോ. ഒരു പെൺകുട്ടിയെ 3-4 പേര് ചേർന്ന് പീഡിപ്പിച്ച കേസല്ലേ? തല ഉയർത്തി നടക്കാൻ പറ്റാത്തൊരവസ്ഥയായി. നാളെ കട തുറക്കുമ്പോൾ അറിയുന്നവർ ഇനി ഓരോന്നും ചോദിച്ച് അവരുടെയൊക്കെ മുന്നിൽ ഞാൻ എങ്ങനെ നിൽക്കുമെന്ന് ഓർത്തുകൊണ്ടാണ് വിഷമം. അന്നേരം ഗോവർദ്ധൻ പറയുന്നുണ്ട്, ബാലേട്ടൻ വരണ്ട, ഞാൻ പോയിട്ട് കട തുറന്നോളാം. ബാലേട്ടൻ എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കുന്നത്? ബാലചന്ദ്രനെ ഇനിയും വല്ല അറ്റാക്കുമെങ്ങാനും വരുമോ എന്ന് പേടിച്ചുകൊണ്ടാണ് ഗോവർദ്ധനൻ അങ്ങനെ പറഞ്ഞത്. പക്ഷേ ബാലചന്ദ്രൻ അത് സമ്മതിക്കുന്നില്ല. അതൊന്നും സാരമില്ല, നമ്മൾ ഇതെല്ലാം ഫേസ് ചെയ്തല്ലേ പറ്റൂ. മക്കളെ മര്യാദക്ക് വളർത്തിയില്ലെങ്കിൽ ഇതിനപ്പുറം അനുഭവിക്കേണ്ടി വരും. അതിനൊരു ഉദാഹരണമാണല്ലോ ഇപ്പോൾ ഞാന്. അപ്പോഴേക്കും ചായയുമായിട്ട് കൃഷ്ണമോളും സുലോചനയും അങ്ങോട്ടേക്ക് വന്നു. സുലോചന ചോദിച്ചു, അലീന ഇതുവരെ വന്നില്ലേ എന്ന്. ബാലചന്ദ്രൻ പറയുന്നത്, കൃഷ്ണമോള് വിളിച്ചു നോക്കി, കിട്ടുന്നില്ല, റേഞ്ച് ഇല്ലെന്നാ പറയുന്നത്. അപ്പോൾ സുലോചനക്ക് പേടിയായിരുന്നു, അവൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ വല്ല പ്രശ്നവും ഉണ്ടാവോ ബാലേട്ടാ? അന്നേരം അദ്ദേഹം പറയുന്നത്, അവൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് സുലോചനെ. നമ്മൾ പറഞ്ഞാലൊന്നും അവൾ കേൾക്കില്ല. അവളുടെ മനസ്സിലൊരു വിശ്വാസമുണ്ട്, അത് തടയാൻ നമുക്കാവില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ അലീന അങ്ങോട്ടേക്ക് കയറി വന്നു. സുലോചനയെ കണ്ടപ്പോൾ സുലോചന പറയുന്നുണ്ട്, കുറച്ചു നേരമായി, നീ എന്താ ഇത്ര ലേറ്റ് ആയത്? അലീന പറയുന്നുണ്ട്, അവിടെ ചെന്ന ഉടനെ തന്നെ ഒന്നും വരാൻ പറ്റില്ലല്ലോ ആൻറ്റി. ആ പെൺകുട്ടിയോട് കുറച്ചു നേരം സംസാരിക്കണം, അവൾക്ക് ധൈര്യം കൊടുക്കണം. സുലോചന ചോദിക്കുന്നുണ്ട്, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഇതൊക്കെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? നീ അങ്ങോട്ടേക്ക് പോകുന്നത് അത്ര നല്ലതാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് പറയും. അലീന ഉറച്ച സ്വരത്തിൽ പറഞ്ഞു, മറ്റുള്ളവർക്ക് അങ്ങനെ തോന്നിയേക്കാം, പക്ഷേ എനിക്ക് അവൾ എൻ്റെ അനുജത്തിയെ പോലെയാണ്. നാളെ കൃഷ്ണമോൾക്കോ ബബിതക്കോ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ മിണ്ടാതിരിക്കോ? എൻ്റെ സഹോദരന്മാരാണല്ലോ ഈ ഒരു ക്രൂരത ചെയ്തത്. അപ്പോൾ അവൾ ആശ്വസിപ്പിക്കേണ്ടത് എൻ്റെ കടമയാണ്. അവളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണം. അലീനയുടെ ആത്മവിശ്വാസം കണ്ടപ്പോൾ സുലോചനക്ക് മറുപടിയൊന്നും ഇല്ലായിരുന്നു. അലീന വീണ്ടും പറഞ്ഞു, ആദ്യം അവളെ കണ്ടപ്പോൾ വല്ലാത്തൊരവസ്ഥയായിരുന്നു, പക്ഷേ ഇപ്പോൾ അവളുടെ മുഖത്ത് ഒരു വെളിച്ചമുണ്ടാൻറ്റി. കൃഷ്ണമോളുടെ അത്ര പോലും പ്രായമില്ല അവൾക്ക്. അത് കേട്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര സങ്കടമായി. പിന്നീട് സുലോചനയും ഗോവർദ്ധനും പോയി. ബാലചന്ദ്രൻ ചോദിച്ചു, കൃഷ്ണമോള് വിളിച്ചപ്പോൾ റേഞ്ച് ഇല്ലായിരുന്നല്ലോ, എന്താ സംഭവിച്ചത്? അലീന പറഞ്ഞു, അവിടെ റേഞ്ച് കുറവാണച്ചാ. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ലല്ലോ, നിന്നെ കാണാതാവുമ്പോൾ ഞങ്ങൾക്ക് നല്ല ടെൻഷനാവില്ലേ? അലീന സോറി പറഞ്ഞു, അവിടെ ചെന്നാൽ പിന്നെ വേറൊന്നും ചിന്തിക്കാനൊന്നും സമയം കിട്ടില്ലാച്ചാ. അതൊരു പ്രത്യേക ലോകമാണ്. പിന്നീട് അലീന മുറിയിൽ പോയിട്ട് വേഷം മാറി അടുക്കള ജോലിയിൽ സഹായിച്ചു. ആ സമയത്തിന് ശിവശങ്കരൻ അങ്ങോട്ടേക്ക് വന്നു. ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അല്ല ശിവേട്ട, വക്കീൽ എന്ത് പറഞ്ഞു? ശിവശങ്കരൻ നിരാശയോടെ പറയുന്നുണ്ട്, എന്ത് പറയാനാ ബാലചന്ദ്ര, ഇനിയിപ്പോൾ 30 ദിവസം റിമാൻഡ് കിടക്കണം. ജാമ്യം കിട്ടാൻ ഒട്ടും സാധ്യതയില്ല. ഇനി ആ പെൺകുട്ടി കൊടുക്കുന്ന മൊഴി പോലെയിരിക്കും കാര്യങ്ങൾ. അവൾ മൊഴി മാറ്റി പറഞ്ഞാൽ രക്ഷപ്പെടാം, പക്ഷേ അവളെ സ്വാധീനിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോഴേക്കും അലീന ചായയുമായിട്ട് അങ്ങോട്ടേക്ക് വന്നു. ശിവശങ്കരൻ ബാലചന്ദ്രനോട് പറഞ്ഞു, അലീന പറഞ്ഞ അവൾ കേൾക്കില്ലേ എന്ന്. ആ പെൺകുട്ടിയെ സ്വാധീനിച്ച് ഇവൾ ചെയ്തിട്ടില്ല എന്ന് മൊഴി മാറ്റി കൊടുപ്പിച്ചാൽ അവർക്ക് പുറത്തിറങ്ങാമല്ലോ എന്ന് പറയും. ഇത് കേട്ട് അലീന പെട്ടെന്ന് പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ലെങ്കിലേ എന്ന്. തെറ്റാര് ചെയ്താലും ശിക്ഷിക്കപ്പെടണം. ഞാൻ ആ പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുവാണ്. ഇവർ ചെയ്തത് ആരും നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതൊന്നുമല്ലല്ലോ. അവൾ ആത്മഹത്യ എങ്ങാനും ചെയ്താൽ വീണ്ടും കുടുങ്ങാൻ പോകുന്ന വകുപ്പായിരിക്കും വരുന്നത്. അതുകൊണ്ട് സ്വാധീനിക്കാനൊന്നും നിൽക്കണ്ട. ബാലചന്ദ്രനും അത് ശരിവെച്ചു. ശിവേട്ട, തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിക്കട്ടെ, അതാണ് എൻ്റെയും പോളിസി. അലീനയും അത് തന്നെ പറഞ്ഞ് അകത്തേക്ക് പോയി. ശിവശങ്കരനാണെങ്കിൽ ആകെ തളർന്നുപോയി. സ്വന്തം മകനായി പോയല്ലോ എന്ന സങ്കടം മാത്രം. ഈ കേസ് അത്ര നിസ്സാരമല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. കുറച്ചു കഴിഞ്ഞ് മനു അലീനയെ ഫോണിൽ വിളിക്കാണ്.
നീ എവിടെയാണ്? എത്ര നേരമായി നിന്നെ ഞാൻ വിളിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ റേഞ്ച് ഇല്ലല്ലോ. അലീന പറയുന്നുണ്ട്, ഞാൻ ആ പെൺകുട്ടിയുടെ വീട്ടിലായിരുന്നു മനുവേട്ടാ. മനുവിന് അതിന് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. എനിക്കതിനോട് യോജിക്കാൻ പറ്റുന്നില്ല. അലീന പറയുന്നുണ്ട്, ആര് യോജിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് പോവാതിരിക്കാനൊന്നും പറ്റില്ല. വീട്ടിൽ നിന്നും ഇറക്കി വിട്ടാൽ പോലും ഞാൻ പോവും. കാരണം അവൾക്ക് എൻ്റെ സഹായം വേണം. മനു പറയുന്നത്, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ പറയുന്നത് എന്ന്. അലീന പറയുന്നുണ്ട്, എനിക്കൊന്നും സംഭവിക്കില്ല മനുവേട്ടാ. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ആ പെൺകുട്ടിക്ക് സംഭവിച്ചതിനേക്കാൾ വലിയ ദുരന്തമൊന്നും ഇനി എനിക്ക് വരാനില്ല. മനുവിന് പിന്നെ അലീനയുടെ മറുപടിക്ക് ഒന്നും തന്നെ പറയാനില്ലായിരുന്നു. പിന്നീട് ബാലചന്ദ്രൻ കൊല്ലപ്പള്ളി വീട്ടിലേക്ക് പോയി മുത്തശ്ശിയെ കണ്ടു. മുത്തശ്ശി സങ്കടത്തോടെ പറയുന്നുണ്ട്, ബാലചന്ദ്ര, ഇതൊക്കെ കാണാനാണല്ലോ ഞാനിങ്ങനെ ജീവിച്ചിരിക്കുന്നത്. ഇതിലും നല്ലത് ഞാൻ അങ്ങ് മരിച്ചു പോവായിരുന്നു എന്ന് പറയും. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അത്ര പെട്ടെന്നൊന്നും മരിക്കാനൊന്നും പറ്റില്ല അമ്മേ. കല്യാണത്തിന് മുൻപ് തെറ്റ് ചെയ്ത ഒരു പെണ്ണിനെ നല്ലൊരു ചെറുപ്പക്കാരന്റെ ജീവിതത്തിലേക്ക് കൊടുത്തു വിട്ടിട്ട് അതൊക്കെ നിങ്ങൾ നശിപ്പിച്ചില്ലേ? അത് നശിപ്പിക്കല്ലേ അവള് ചെയ്തത്? വൈജയന്തിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാമായിരുന്നില്ലേ? അവളിപ്പോ എല്ലാ കുറ്റവും അലീനയുടെ തലയിലങ്ങ് കെട്ടിവെക്കാണ്. അവളങ്ങ് ഒതുങ്ങിക്കൂടി ജീവിക്കാനൊന്നും നോക്കിയില്ലല്ലോ. ഇത് കേട്ടപ്പോൾ മുത്തശ്ശിക്കാണെങ്കിൽ ബാലചന്ദ്രനോട് എന്ത് മറുപടി പറയണമെന്ന് പോലും അറിയാതെ ആകങ്ങനെ വിഷമിച്ചു നിൽക്കുമായിരിക്കും. സൗദാമിനി മുത്തശ്ശി കണ്ണുനീരൊക്കെ തുടച്ചുകൊണ്ട് തന്നെ ബാലചന്ദ്രനെ നോക്കിയിട്ടൊന്ന് ആശ്വസിപ്പിച്ചു. മറുപടിയൊന്നും പറയാനില്ലാതെ അവർ തളർന്നിരിക്കുകയായിരുന്നു. ബാലചന്ദ്രൻ അവിടെ നിന്നും ഇറങ്ങി നേരെ അലീനയുടെ അടുത്തേക്കാണ് ചെന്നത്. അലീന അപ്പോൾ അടുക്കളയിൽ എന്തോ ആലോചനയിലായിരുന്നു. ബാലചന്ദ്രൻ പതിയെ അവളുടെ അരികിലേക്ക് ചെന്ന് തോളിൽ കൈവച്ചുകൊണ്ട് വിളിക്കുന്നുണ്ട്, മോളെ, നീ എടുക്കുന്ന ഈ ഒരു തീരുമാനം അത്ര നിസാരമല്ല. നിനക്കറിയാലോ, നമ്മുടെ കുടുംബവും മനുവിൻ്റെ വീട്ടുകാരും ഇപ്പോൾ രണ്ട് തട്ടിലാണ്. നീ ആ പെൺകുട്ടിയെ സഹായിക്കുന്നത് അവർക്കത്ര ദഹിക്കുന്നില്ല. അലീന തിരിഞ്ഞു നിന്ന് അച്ഛൻ്റെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, അച്ഛ, സത്യം ആരുടെ കൂടെയാണോ അവരുടെ കൂടെ നിൽക്കാനല്ലേ അച്ഛൻ എന്നെ പഠിപ്പിച്ചത്. ശരണ്യക്ക് നീതി കിട്ടണം. അതിന് എൻ്റെ സ്വന്തം സഹോദരന്മാരാണ് ശിക്ഷിക്കപ്പെടേണ്ടതെങ്കിലും എനിക്കതിലൊന്നും പരാതിയില്ല. ഇത് കേട്ടിട്ടായിരിക്കും കൃഷ്ണമോൾ അങ്ങോട്ടേക്ക് വന്നത്. കൃഷ്ണമോള് അലീനയെ കെട്ടിപ്പിടിച്ചു. ചേച്ചി കൂടെയുണ്ടെങ്കിൽ ആ കൊച്ചിന് പേടിക്കാനൊന്നുമില്ലാന്ന് എനിക്കറിയാം. അങ്ങനെ കൃഷ്ണമോളും ധൈര്യം പകരാണ് അലീനക്ക്. പിറ്റേ ദിവസം രാവിലെ തന്നെ അലീന ശരണ്യയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച ഹൃദയഭേദകമായിരുന്നു. ശരണ്യ മുറിക്കുള്ളിൽ ഇരുട്ടത്ത് തനിച്ചിരിക്കുകയാണ്. അലീന അവളുടെ അരികിലേക്ക് ചെന്നുകൊണ്ട് തന്നെ ചേർത്തിരുത്തി. ശരണ്യെ, നീ പേടിക്കണ്ട, നിന്റെ കൂടെ ഞാനുണ്ട്. കോടതിയിൽ നീ സത്യം മാത്രം പറയണം. ആരെയും നീ പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറയും. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അപ്രതീക്ഷിതമായി വൈജയന്തി വരുന്നത്. വൈജയന്തിയുടെ കണ്ണുകളിൽ പകയായിരുന്നു. നീ എന്തിനാ അലീനെ ഇവിടെ വന്നിട്ട് ഇവളുടെ കൂടെ നിന്നിട്ട് എൻ്റെ മകനെ കൊടുക്കാൻ നോക്കുന്നത്? അവർ ചെയ്ത് തെറ്റാണെന്ന് നിനക്ക് എങ്ങനെ പറയാൻ പറ്റും? വൈജയന്തി അലീനയ്ക്ക് നേരെ ആക്രോശിച്ചു. അലീന ശാന്തമായി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, മാഡം, സ്വന്തം മകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനാണ് ഒരമ്മ ശ്രമിക്കേണ്ടത്, അല്ലാതെ ഇരയെ വീണ്ടും വേദനിപ്പിക്കുകയല്ല. വൈജയന്തി അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നത് വലിയൊരു ശബ്ദമായിട്ടാണ്. അന്ന് വൈകുന്നേരം മനു അലീനയെ കാണാൻ വന്നു. മനുവിൻ്റെ മുഖത്ത് വലിയൊരു ഗൗരവമുണ്ടായിരുന്നു. അലീനെ, അച്ഛൻ വലിയ പ്രശ്നത്തിലാണ്. മക്കളെ ജാമ്യത്തിൽ ഇറക്കാൻ അച്ഛൻ തൻ്റെ സ്വത്തുക്കളെല്ലാം തന്നെ പണയം വെക്കാൻ തീരുമാനിച്ചു. നീ ആ പെൺകുട്ടിയെ മൊഴി മാറ്റാൻ പ്രേരിപ്പിക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷേ അച്ഛൻ്റെ ഈ അവസ്ഥ കാണുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. അലീന മനുവിനെ നോക്കി പറയുന്നുണ്ട്, മനുവേട്ടാ, അങ്കിളിനോടുള്ള ബഹുമാനം എനിക്കുണ്ട്. പക്ഷേ നീതിയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. ആ പെൺകുട്ടിയുടെ ജീവിതം തകർത്തവർ പുറത്തിറങ്ങിയാൽ അത് സമൂഹത്തിന് തന്നെ ഭീഷണിയായിരിക്കും. മനുവിന് അലീനയുടെ വാക്കുകളിലെ സത്യം മനസ്സിലായി. അവൻ അവളുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, നീ നിന്റെ വഴിക്ക് പോയിക്കോ, ഞാൻ നിന്നെ തടയില്ല. അടുത്ത ദിവസം കോടതിയിൽ കേസ് പരിഗണനയിലേക്ക് വന്നു. വലിയൊരു ജനക്കൂട്ടം തന്നെ അവിടെ തടിച്ചുകൂടിയിരുന്നു. ശിവശങ്കരനും വൈജയന്തിയും വലിയ വക്കീലിനെ തന്നെ ഏർപ്പാടാക്കിയിരുന്നു. ശരണ്യ ആ ഒരു ബോക്സിൽ കയറിയിട്ട് നിൽക്കുമ്പോൾ അവളുടെ കൈകളൊക്കെ വിറക്കുന്നുണ്ടായിരുന്നു. വക്കീൽ അവളെ മാനസികമായി തന്നെ തകർക്കാൻ പല ചോദ്യങ്ങളും ചോദിച്ചു. ഒരു നിമിഷം ശരണ്യ തളർന്നുപോയി. അപ്പോൾ ഗാലറിയിലിരുന്ന് അലീന അവളെ നോക്കി കണ്ണുകൊണ്ട് തന്നെ ആംഗ്യം കാണിച്ച് ധൈര്യം നൽകി. അത് കണ്ട് ശരണ്യ ആത്മവിശ്വാസത്തോടുകൂടെ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു. ആ പയ്യന്മാർ ചെയ്ത ക്രൂരതകൾ ഓരോന്നോരോന്നായിട്ട് അവൾ വിവരിക്കുമ്പോൾ കോടതി മുറി അങ്ങ് നിശബ്ദമായി. വിധി പ്രസ്താവനക്കായി മാറ്റിവെച്ചപ്പോൾ ശിവശങ്കരൻ അലീനയുടെ അടുത്തേക്ക് വന്നു. നീ ജയിച്ചു അലീനെ, പക്ഷേ തോറ്റത് ഞാനല്ല, എൻ്റെ മക്കളാണ്. എങ്കിലും നീ കാണിച്ച ഈ ഒരു ആർജവം എന്നെ അത്ഭുതപ്പെടുത്തുന്നു. വൈജയന്തി അവിടെ ഇരുന്ന് പൊട്ടിക്കരയായിരുന്നു. സത്യം ജയിച്ച സന്തോഷത്തിൽ അലീന ശരണ്യെ ചേർത്ത് പിടിച്ചു. ഇനി നിനക്ക് പുതിയൊരു ജീവിതം തുടങ്ങണം. അതിന് നിന്റെ ചേച്ചിയായിട്ട് എന്നും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. അലീനയുടെ ഈ ഒരു ധീരമായ നിലപാടിന് മുന്നിൽ ബാലചന്ദ്രനും കുടുംബവും അഭിമാനത്തോടെ നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.